2 മണിയോ? ഇല്ല 12 കാലം. എടാ പോടാ. കാര്യമുണ്ട് 12 കാലം. എന്റെ പൊന്നെ അമ്പത്തിരണ്ടായതുകൊണ്ട് വെൽക്കം ടു ദി പുൽക്കൂടുണ്ടക്കൽ വ്ലോഗ് ഓഫ് ദി 2025. ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഒറ്റയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെടുന്നു. ചേച്ചി മറ്റേ ഇതെട് എന്റെ ഇതെട് ചേച്ചി. നീ പണ്ടേ സെറ്റല്ലേ? ഓക്കെ മാൻ. അങ്ങനെ ഈ വർഷം പുൽക്കൂടിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദി ബേസ്. ബേസിന് മണ്ടിരിക്കുന്ന സാധനം പഴയ തന്നെയാണ്. ഞങ്ങൾ ഈ വർഷം ഇതിനകത്ത് എന്നാ ഉണ്ടാക്കുന്നത് ഇവന് മാത്രം അറിയത്തുള്ളൂ. ഒരു സാധനം വെക്കാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. മനസ്സിലുള്ള സാധനം മാത്രമാണ് അവിടെ കയറ്റുള്ളൂ. ഇതിന്റെ ഫൈനൽ ഔട്ടാണ്. ഔട്ട് 12 മണി കണ്ടറിയാം. 12 മണി കട്ട കണ്ടറിയാം. രണ്ടിൽ ജയിക്കുന്ന 50 പൈസ ആവും. 50 പൈസ സ്വന്തം ബർത്ത്ഡേക്ക് വേണ്ടി ബലൂൺ വീർപ്പിക്കുന്നില്ലേ? അല്ല ബലൂൺ വീർപ്പിക്കും. കല്ലട 53-ാം 51 ജന്മദിനം നമ്മൾ ആവശ്യമില്ല. 23-ഓ 15 വർഷം മുമ്പ്. 15 വർഷം മുമ്പ് ബലൂൺ വീർപ്പിക്കാൻ മെഷീൻ വേണം. കുറച്ചുകൂടി വലുതാവുമായിരുന്നു. കിട്ടിയോ? ഇതാണ് ബലൂൺ വീർപ്പിക്കുന്ന മെഷീൻ. മൊത്തം പോയെ. പിന്നെ നിന്റെ വാലിഡേഷൻ മതി. മണ്ടേ ഇരിപ്പണ്ടാ. അങ്ങനല്ലേ ചേച്ചി കാണിച്ചത് ഇതിങ്ങനെ വിളിച്ചിട്ട് നിന്റെ പറഞ്ഞാണല്ലോ അതേ തന്നെ കളിക്കുന്നത്. അപ്പൊ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ കണ്ടുപിടിക്കണം. ശൈല ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഇതാണ് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഞങ്ങൾ എടുത്തൊരു സെറ്റപ്പ്. രണ്ട് ഫോൺ അവൻ ഞാൻ വാങ്ങിച്ചത്. ഇനി പൂ തന്നിനൊന്നും പറയാതെ പൂ തന്നിനൊന്നും പറയാതെ കേട്ടോ. നമ്മൾ രാവിലെ രാത്രി കിടക്കാൻ പറ്റും. Happy birthday to you. Happy birthday to you. Happy birthday to Mama. Happy birthday to you. May God ഞാൻ പ്രതികാരം ക്രീമാ കൊടുത്തത്. അവനാദ്യം കൊടുക്കണം. അവനാരും കുഞ്ഞു പീസ് വന്നില്ല. നീ വിവരം അറിയുന്നുള്ളൂ. കിട്ടാൻ വരട്ടെ ഞങ്ങളുള്ളൂ.
പിറന്നാളെ നോക്കാൻ നോക്കത്തില്ല. കേക്ക് വെക്ക് എത്ര സത്യമല്ല ടിഷ്യൂ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ. ഇത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോയിലെ. ഹെൽപ്പ് ചെയ്യുന്നവര് അവര് വീഡിയോ വേണം. പരിപാടിയാ കാണിച്ചു കോഴി തേക്കത്തില്ല. സത്യം തേക്കത്തില്ല. പിള്ളേരെ കൊടുത്തു. നാച്ചുറൽ ആയിട്ട് നിക്കടേ. പൂന്തോട്ടം ഉണ്ടാക്കി ഒറിജിനലായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ച് കഷ്ടപ്പെട്ട് ഒടിച്ച് വളമൊക്കെ ആ സ്നേഹം നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അടുത്ത ഫ്ലവർ ഇത് ഏത് പൂന്തോട്ടത്തിലാ? ഇതെല്ലാം മറ്റേ കണ്ട പാണ്ടികളുടെ ഒക്കെ പൂന്തോട്ടാ. ഓഹോ ഡിലീറ്റ് ചെയ്യട്ടാ വീഡിയോ. അയ്യോ ഡാഡി ഇത് കണ്ടോ? എന്റെ ഡാഡി തന്നെയുണ്ടല്ലോ. നിർത്തണം, സന്തോഷത്തോടെ ഇരിക്കട്ടോ. അതിനെ ചേച്ചി കിളിക്കൂടാ എങ്ങനെയാ ഒരാള് തളർത്തിക്കൊണ്ടിരിക്കും. ബാവേ ബാവേ മനസ്സിലായോ? ഞാൻ എന്തിനാ നിന്റെ കൊട്ടാരം ബാറ്റ് വെക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മാച്ചായി പോവല്ല കിളിക്കൂടും. നിങ്ങൾ നാളെ കണ്ടു എന്റെ കൊട്ടാരമോ കിളിക്കൂടോ? കൊട്ടാരൊക്കെ വേണ്ടേ? നിങ്ങൾ നാളെ തല അകത്ത് കിടന്ന എങ്ങനെ ശരിയാ. രണ്ട് തൂണടിച്ചാലോ, ഗ്ലാസ് വെച്ച് ഗ്ലാസ്സിൽ പൊക്കി പൊക്കി അടിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ ചേച്ചി ഫാഷൻ ഡിസൈനറിന്റെ ഇതിന്റെ ഇൻസ്പിറേഷൻ കാണണം. ഈ കിളിക്കൂടാണ് ഇതിന്റെ ഇൻസ്പിറേഷൻ. കൊട്ടാരം. എടാ നീ നാളെ ഈ പ്രൊഡക്റ്റ് കണ്ടോണം. ബ്രിട്ടീഷുകാർ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ഒരു എന്നെ പുച്ഛിച്ചവരൊക്കെ തിരിച്ചേ ഇതാണ് കൊട്ടാരം. ഇതിന്റെ അകത്തൂടെ കിളി കയറിയിട്ട് കൊണ്ട വരും. ഇതാ സംഭവം. ഇത് ഇതിന്റെ അകത്ത് ഇവിടെ ഒരു ക്ലോക്ക് വരും. ഇതിന്റെ അകത്ത് രണ്ട് തൊള, അതിനൊരു വലിയ ചതുരം. നാളെ നിങ്ങൾ അതിന്റെ പുറത്ത് മറ്റേ സാധനം വന്നു. എല്ലാരും ചിരിച്ചപ്പോ ചിരിച്ചു. അപ്പൊ ചേച്ചി ചിരിക്കുന്നത് സ്വന്തം കലയെ ചേച്ചി ഉദ്ദേശിച്ചതാണെങ്കിലും കിട്ടിയിരുന്നതാണ്. ലണ്ടനിലെ മറ്റേ ബിഗ് ബെൻ ആണോ? ആണോ? ഇതാ അവൻ പറഞ്ഞു മണ്ട് വീടിട്ട്